കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അത് റൂമിനകത്തുണ്ട്. ഇവിടെ ഉണ്ടോ? ഉത്തമ ചേട്ടാ, ഉത്തമ ചേട്ടോ, ഉത്തമ ആ കാടിഞ്ഞിട്. എന്തിനാ വെച്ചാ? ആ കാടിഞ്ഞിട്, എനിക്ക് ഒരു സ്ഥലം വരെ പോവാനാ. കാർഡ് കൊണ്ട് അങ്ങോട്ട് പോകാൻ ഈടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണ്ടേ? നേരെ ഉത്തരയായി. ഇപ്പം കൊടുക്കാനൊന്നും വേണ്ട ചാ. അത് ഇപ്പം കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാന്നൊക്കെ പറഞ്ഞാ അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നീ വരണ്ട, ഞാനും ഇവനൂടെ പോയിക്കോളാം. അച്ഛാ അത് ഇപ്പൊ കൊടുക്കണ്ടേ? ഇപ്പം നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. എന്റെ ചേട്ടാ, ചേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഡേയ്, അവളെ കിട്ടുന്നില്ല. അവളെ കൂട്ടുകാരുടെ നമ്പറാണ് നമ്മുടെ ഇല്ല. വിളിക്കണ്ടേ? നീ ഇത്ര നിസ്സാരമായിട്ട് കാണല്ലേ ഇതൊന്നും. ഇപ്പൊ സ്റ്റേഷനിലൊന്നും പോകണ്ട. ഇപ്പൊ അങ്ങോട്ട് പോയാൽ ഒരുപാട് പ്രശ്നങ്ങളാവും. എന്റെ ചേട്ടാ, ചേട്ടാ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണരുതേ. പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാന്ന്. ചേട്ടാ, ആരുടെ സിമ്പിൾ ആയിട്ടാണ്? സ്റ്റേഷനിലൊന്നും പോകണ്ട, വലിയ പ്രശ്നത്തിലോട്ട് പോകും. എടേ, പ്രശ്നം ആവാതിരിക്കാനാണ് ഈ പറയുന്നത്. നീ മനസ്സിലാക്ക്. ഓട്ടോടെ എന്റെ ദൈവമേ, എന്റെ പൊന്നു മോളെ, നീ എവിടെ പോയി കിടക്കുവായിരുന്നേ? മനുഷ്യനെ തീ നീറ്റിച്ചല്ലോ. എവിടെ പോയിരുന്നേ? വേറെ ദേഷ്യപ്പെടല്ലേ ഏട്ടാ, അവൾ എന്റെ കൂടെ വന്നതാ. എന്നിട്ട് നീ എന്താടി മോളെ ഒന്ന് ഫോണെങ്കിലും വിളിക്കാഞ്ഞത്? അച്ഛാ, ഇത് ഐശ്വര്യയുടെ ചെറിയമ്മയാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഐശ്വര്യ ബാംഗ്ലൂരിൽ പഠിക്കുവാണെന്ന്. അവളിതേ നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു പ്രശ്നം. എന്താ പ്രശ്നം? അവൾക്ക് ഡിപ്രഷനാ അച്ഛാ. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾ എന്തോ കടുങ്കൈ ചെയ്യാൻ പോവായിരുന്നു. കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിയോണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ടാ കൊച്ചന്തി? അവളിപ്പോ വീട്ടിലുണ്ട്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ ഞാൻ വരുന്നത്. നിന്റെ ഫോൺ എവിടെ? അച്ഛമ്മ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി, ബാറ്ററി ഒക്കെ തീർന്നില്ല. അതുകൊണ്ട് അച്ഛമ്മ വിളിച്ചാ കിട്ടാനേ. എന്നാലും വേറെ ആരുടെയും ഫോണിൽ നിന്ന് വിളിച്ചുകൂടായിരുന്നോ പല്ലവി? എന്റെ അച്ഛമ്മ, ഇതിന്റെ ഇടയ്ക്ക് എവിടെന്ന് ഇതിന്റെയൊക്കെ ടൈം? അച്ഛൻ വല്ല പേടിച്ചു പോയി മക്കളെ. അച്ഛൻ എന്തിനാ പേടിക്കുന്നേ? എന്നാ ശരി, ഞാൻ പോട്ടെ ഏട്ടാ. താമസിച്ചോണ്ട് നിങ്ങളെ വഴക്കൂരെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടെ വന്നത്. എന്നാ ശരി മോളെ, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാം കേട്ടോ. ശരി, കേറി കേറി. പിന്നെ ഉണ്ടല്ലോ നിന്റെ വലിയ എന്തോ ചിറ്റപ്പാന്ന്. കണ്ട ചാറ്റിങ് ചിരിക്കുന്നുണ്ടോ? തമിഴ് നീ ചോദ്യം. എനിക്ക് പേടിയാ, നീ ചോദ്യം. ഞാൻ മൂത്തെന്ന് പറഞ്ഞ എന്നെക്കാട്ടി വിവരമുണ്ട് നിനക്ക്. നീ ചോദ്യം. എന്താ ചിറ്റപ്പ, ചുമയാണോ? കപ്പ് സിറപ്പ് വേണോ? വേണ്ട ചൂട്. ചിറ്റപ്പ, ഈ ഗ്രീറ്റിംഗ് കാർഡ് എന്റെ ഇത് എവിടെ നിന്ന് കിട്ടി? നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയത്. ആര് തന്നു? എപ്പോ തന്നു? എങ്ങനെ തന്നു? എവിടെ തന്നു? പെട്ടെന്ന് പറ. ഒരുപാട് ചോദ്യം ഉണ്ടല്ലോ. ഒരുപാട് ചോദ്യം കാണും, ഉത്തരം കാണും. പെട്ടെന്ന് പറ. ചിറ്റപ്പ, ഇത് എന്റെ 50 തോഴി ഇളവരശി തന്നതാ. 50 തോഴി ഇളവരശി കൊടുത്തതാണ് ഇവക്ക്. അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് കാമുകനുണ്ടെന്ന്. കാമുകൻ എന്റെ കൂട്ടുകാരൻ തന്നതാ. കൂട്ടുകാരൻ ഉണ്ടായിട്ട് തന്നെ കൂട്ടുകാരൻ ഉണ്ടാകും. കാമുകൻ തന്നെ. ശംഭു കാമുകൻ തന്നെ ഫിക്സ്. എന്റെ കാമുകനാ. പെട്ടെന്ന് പറ, ആരെന്ന് പറ. അവന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഇളവരശി. ഇളവരശി. വിശ്വാസം പോരാ. പോരെ? അതെ, ഇപ്പൊ ശരിയാക്കി തരാം. വിശ്വാസം പോരാന്ന്. ഇളവരശി ഇളവരശൻ നിന്റെ ഫോണിൽ രമേശ് എന്ന് പറഞ്ഞ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇളവരശി. വിളി. സ്പീക്കറിൽ ஹலோ ஹலோ இளவரசி, எப்படி இருக்கடி? நான் நல்லதா இருக்கேன். நீ எப்படி இருக்கு? நானும் நல்லதா இருக்கேன். சரி, நீ எப்பதான் வர போற? நெக்ஸ்ட் மந்த் வர போறேடி. சரி சரி. நான் கூப்பிட்டுறது, நீ எனக்கு அனுப்பிய ஒரு கிரீட்டிங் கார்டு இருக்கு இல்லையா? ஆமா. அது என்னோட சித்தப்பாக்கு ரொம்ப பிடிச்சு போச்சு. எனக்கு பிடிச்சல. அப்படியா? நான் வந்து உனக்காக தேடி கண்டுபிடிச்சதா. சரியா? எனக்காக. ஆமா ஆமா. சரி, நீ இங்க இருந்து ஒரு சாதனை எடுத்துட்டு போயிட்டல. என்ன ஸ்கெல்டனா? ஆமா ஆமா. அது வந்து திருப்பி இங்க வைக்கணும், இல்லனா போலீஸ் கேஸ் ஆயிடுவ. பிரின்சிபல் சொன்னாங்க. ஐயோ. சரியா? நான் வரும்போது திருப்பி கொண்டு வரேன். சரிப்பா சரிப்பா. சரி சரி. ഓക്കെ ഓക്കെ. ഇപ്പൊ വിശ്വാസമായോ?
ഇതാ ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ തമിഴ് പഠിച്ചിട്ട് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങാൻ വന്നു. നീ വന്നാണ് ചുമ്മാ ആവശ്യമില്ല വെറുതെ പ്രശ്നം. പോവാൻ വരട്ടെ, അവിടെ നിക്ക്. കാര്യം കഴിഞ്ഞിട്ടില്ല, ഇനിയും പ്രശ്നമൊക്കെ ഉണ്ട്. പ്രശ്നം ഉണ്ടോ? ഇപ്പഴല്ലേ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയത്. നിങ്ങൾ പറഞ്ഞ കേട്ടില്ലല്ലേ? ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന സ്കെലിട്ടൻ ഇല്ലേ, ചിറ്റപ്പൻ കൊണ്ടുപോയി കളഞ്ഞ സ്കെലിട്ടൻ, അത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണോന്ന് പ്രിൻസിപ്പലിന്റെ കയ്യില്. ഇല്ലെങ്കിൽ പോലീസ് കേസ് ആവും. ചിറ്റപ്പനെ പോലീസുകാർ വന്ന് പൊക്കിക്കൊണ്ട് പോകും ചെന്നൈന്ന്. എന്തിന്? ഞാൻ പറയും ചിറ്റപ്പനെ കൊണ്ടുപോയി കളഞ്ഞത്. അല്ല നിനക്കേ ഈ സൈസിൽ സ്കെൽട്ടൻ മതിയോ? പോരാ. അല്ല ഇതിന്റെ ഒരു താഴെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു തടിച്ചിട്ട് അതുകൂടെ വേണമെങ്കിൽ എടുക്കാം. എന്റെ ചിറ്റപ്പ സീരിയസ് ആണേ, എനിക്ക് മര്യാദക്ക് സ്കെലിട്ടൻ വേണം. അല്ല അതിലും താഴെ ഒരു ചെറുതൂടെ ഉണ്ട്. വേണ്ട പിന്നെ അപ്പൂപ്പനെ എടുത്താലോ? എന്തോ ചിറ്റപ്പ അപ്പൂപ്പന് പറ്റൂല? പിന്നെ അപ്പൂപ്പൻ എന്തോ ചെയ്യും? ശരിയാണല്ലോ. ചിറ്റപ്പന് തമിഴ് അറിയാമോ? തമിഴൊക്കെ വിജയുടെ പടം കാട്ടി ഇഷ്ടമുള്ള സിനിമയൊക്കെ. അതല്ല, സംസാരിക്കാൻ അറിയാമോന്ന്? തമിഴ്നാട് പോലീസ് ഒന്ന് വായ പറക്കി എടുത്തിട്ട് ഇടിയും. പിന്നെ ചുമ്മാ അല്ല, കാര്യമായിട്ട് സിനിമയിലെ കണ്ടിട്ടില്ലേ? ഇടിക്കോ? ഇടിക്കും ചിറ്റപ്പ. ചിറ്റപ്പന് വേദനിക്കുന്ന ഇടിക്കല്ലേ എന്ന് പോലും പറയാൻ പറ്റൂല. 4 നേരം ചോറും കിട്ടൂല.